ആരാ പ്രിയപ്പെട്ടവരെ? അനന്തവിശാലമായ ആകാശവും ആകാശത്തിന്റെ വിഹായത്തിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളും ആടിയുടെ ഗാധതയിൽ നെറ്റിത്തുടിക്കുന്ന മത്സ്യങ്ങളും കൊടുങ്കാട്ടിലെ ഗർജിക്കുന്ന സിംഹങ്ങളും ആ സിംഹത്തിന്റെ ഗർജനം കേട്ടോടിയൊളിക്കുന്ന മാൻപേടകളെയും സൃഷ്ടിച്ചതാരാ പ്രിയപ്പെട്ടവരെ? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും പടച്ചതാരാ പ്രിയപ്പെട്ടവരെ? ഇതിന് പിന്നിലുള്ള ചിട്ടാവില്ലെന്ന് പറയുമ്പോ, ഇതിന് പിന്നിലൊരു നിയന്താവില്ലെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ടൂ വീലറിന്റെ പെട്രോൾ ടാങ്കിന്റെ അടുത്തുണ്ടാവുന്ന ആ ഫ്ലോട്ടീഡിൽ നമ്മൾ കണ്ടിട്ടില്ലേ? ഇത്തിരി പോന്ന വലുപ്പമുള്ള ഫ്ലോട്ടീഡ് താനെയുണ്ടായതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കുകയില്ലല്ലോ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയും ആടിയുടെ ഗാധതയിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങളെയും ഒക്കെ താനെയുണ്ടായതാണെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്കൊരു ഗ്യാരണ്ടിയില്ല. അതുകൊണ്ട് ഇതിന് മുന്നിലൊരു സിദ്ധാവുണ്ട്. ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും ബൗദ്ധനെയും മതമുള്ളവരെയും ഒക്കെ സൃഷ്ടിച്ച ഈ ലോകവും കൺട്രോൾ ചെയ്യുന്ന ഒരു നാഥനുണ്ട്. ആ നാഥനിലേക്ക് മടങ്ങാൻ പറഞ്ഞാൽ അത് വർഗീയതയല്ല, അത് വിഭാഗീയതയല്ല, അത് കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഐക്യപ്പെടേണ്ടവരാണ്. ഏകനായ സിദ്ധാവിലേക്കുള്ള നമ്മൾ മടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നിച്ച് ഒറ്റക്കെട്ടായി പരസ്പരം സൗഹൃദം പങ്കുവെച്ച് ഒറ്റ സിദ്ധാവിലേക്ക് മാത്രം കൈയുയർത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ആമിനിയുടെ പിള്ളയുടെ മകനായി ഭൂമി ലോകത്തേക്ക് റബീഉൽ അവ്വൽ 12 ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ദൈവമല്ല. എല്ലാ പ്രിയപ്പെട്ടവരെ, ആരാധനക്ക് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യോഗനല്ല. അതുപോലെ തന്നെ മറിയമിന്റെ മകനായ യേശു ഈ ഭൂമി ലോകത്തേക്ക് ഭൂജാതനാകുന്നതിന് മുമ്പ് ഒക്കെ ഉണ്ടായിരുന്നു, ആകാശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശു ദൈവമല്ല. അതുപോലെ തന്നെ ചിങ്ങമാസത്തിലെ ഏതോ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ഭൂമിയും ആകാശവും ഉണ്ടായിരുന്നു. അപ്പോ അതിനു മുമ്പും ഭൂമിയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിന് പിന്നിലൊരു സിദ്ധാവുണ്ട്. ആ സിദ്ധാവിലേക്ക് കൈയുറച്ചാനാണ് ഇസ്ലാം പറയുന്നത്.